അപ്പം ഞാൻ അധികം എക്സ്പ്ലനേഷൻ തരണ്ടല്ലോ. വൈറലായ വീഡിയോ ലാലേട്ടൻ കുക്ക് ചെയ്ത് സുചിത്ര ചേച്ചിക്ക് കൊടുത്ത് ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹമാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എങ്കിലും എടുക്കണമെന്ന്. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമല്ലേ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പാചകം നിർത്തി പാചകത്തിലോട്ട് കിടക്കുകയാണ്. അതിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾ, പെരുംജീരകം, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഈ ചുട്ട തേങ്ങയും ചതച്ച മുളകും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ വേണ്ട ചുവന്നുള്ളിയും പച്ചമുളകും. സാധാരണ നമ്മളെപ്പോഴും ഇതൊക്കെ അരിഞ്ഞിട്ട് വഴറ്റി അങ്ങ് ചേർക്കണം. ഇനി നമ്മളെല്ലാം ചതച്ചാട്ടോ ചേർക്കുന്നത്. ചതച്ച് ചേർത്തിട്ടുള്ള കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ലാലേട്ടൻ അതിൽ കാണിക്കുന്നത്. അപ്പം കറിവേപ്പില മറക്കില്ല കേട്ടോ, പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് ഇതെല്ലാം പതുക്കെ ചതച്ച് തുടങ്ങാം. ആദ്യം കറിവേപ്പില ഞാൻ ഇട്ടു. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ചതച്ചെടുക്കാം. ഇത് ചതച്ച് കഴിഞ്ഞ് ഞാൻ ചുവന്നുള്ളിയും കൂടി ഇട്ട് ചതക്കുകയാണ്. പച്ചമുളക്, പച്ചമുളകും കൂടെ ചതച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചതക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. ചുട്ട തേങ്ങയും കൂടെ ചതച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചതക്കലൊക്കെ കഴിഞ്ഞു. ഇനി മൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തു. കടുക് നമ്മൾ പൊട്ടി വരുമ്പോഴത്തേനും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയുടെ ആദ്യം ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ ഉള്ളി ഇങ്ങനെ കിടക്കുന്നിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഈ ഉള്ളിയൊക്കെ അങ്ങ് നല്ലതായിട്ട് വെന്ത് വരാനുള്ളതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ ഇങ്ങനെ മുഴുത്ത് കിടക്കുന്നെന്ന് വിചാരിച്ച് ഇതാകണ്ട. നല്ല ചതച്ചാണ് എടുത്തേക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ചതച്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പതുക്കെ ബാക്കി പൊടികളും കൂടി ഇതിലേക്ക് ചേർത്തേക്കാം അല്ലേ. അതിനകത്ത് അങ്ങനെയാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുകയാണ്. നമ്മുടെ ഗരം മസാലയും കുരുമുളകും മഞ്ഞളും പെരുംജീരകം ഒക്കെ ചേർത്ത് ഞാൻ ഇളക്കി കൊടുക്കുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. കാരണം നമുക്ക് ലാലേട്ടൻ്റെ കൂടെ എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമില്ല. എന്നാൽ പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലും വലിയ ഭാഗ്യം വേറെ ഉണ്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ടി വന്നു കേട്ടോ. നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കില്ലെന്ന് ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. ഞാനും വെള്ളം ഒഴിക്കുന്നില്ല. ഇളക്കി കൊടുത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വെന്തോട്ടെ അല്ലേ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഈ സ്റ്റേജിൽ. ഇനി ഇത് വേഗുന്നതാണ് കേട്ടോ അടുത്തത് പ്രോസസ്സ്. ഇനി ഇട്ട് കൊടുക്കാനൊന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ മൂടി വെച്ചൊന്ന് വേവിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇതിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേനും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അവിടെ തന്നെ ഇരുന്ന് വറ്റട്ടെ. ഞാൻ മൂടി വെക്കുകയാണ്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല വറ്റി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ട, താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് വണ്ടർഫുൾ റെസിപ്പി. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് കണ്ടിരുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് മസ്റ്റ് ട്രൈ ആകട്ടോ. നമ്മുടെ ലാലേട്ടൻ നല്ലൊരു നടൻ മാത്രമല്ല, നല്ലൊരു ഡാൻസർ മാത്രമല്ല, സിംഗർ മാത്രമല്ല, അടിപൊളി കുക്കും കൂടെ ആകട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.